പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി ബാലകൃഷ്ണന്റെ ജീവിതം ഇങ്ങനെയാണ്. കാണാം അധികൃതരുടെ കനവ് കാത്തു കഴിയുന്ന ആ ബസ് മുതലാളിയുടെ കഥ. വരവേൽപ്പ് സിനിമ മലയാളികൾക്ക് ഓർമ്മയില്ലേ? അതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, മുരളീധരൻ. പ്രവാസിയായിരുന്ന മുരളി നാട്ടിലേക്ക് വന്ന് തന്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് ഒരു ബസ് വാങ്ങുന്നുണ്ട്. ഈ ബസ് വാങ്ങിയതിനു ശേഷം പിന്നിൽ നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് മുരളിയുടെ ജീവിതം സിനിമയിൽ തന്നെ മാറുന്നത്. ഈ സമാന സാഹചര്യം ജീവിതത്തിലുണ്ടായ ഒരു മനുഷ്യനുണ്ട് പാലക്കാട്, കടമ്പഴിപ്പുറം സ്വദേശി ബാലകൃഷ്ണൻ. എറണാകുളത്തെ ഒരു ബേക്കറിയിൽ ജോലിക്കാരനായ ബാലകൃഷ്ണൻ സുഹൃത്തുക്കളുടെ ഉപദേശം കേട്ട് ഒരുപാട് സ്വപ്നങ്ങളുമായി 2005 ലോൺ എടുത്ത് വാങ്ങിയതാണ് ഈ ബസ്. തച്ചനാട്ടുകരയിൽ നിന്ന് കടമ്പഴിപ്പുറം വഴി പാലക്കാട്ടേക്കാണ് ബസ്സിന് പെർമിറ്റ് ലഭിച്ചത്. എന്നാൽ കടമ്പഴിപ്പുറത്ത് നിന്ന് സംസ്ഥാന പാതയിലൂടെ പാലക്കാട്ടേക്ക് സർവീസ് നടത്തിയിരുന്ന ബാലകൃഷ്ണന്റെ ബസ്സിന് കാര്യമായി ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ബസ്സിന്റെ മുന്നിൽ 1 മിനിറ്റ് മാത്രം വ്യത്യാസത്തിൽ മറ്റൊരു ബസ് സർവീസ് ഉണ്ടായിരുന്നതായിരുന്നു തിരിച്ചടി. നിലനിൽപ്പിന് വേണ്ടി സമയക്രമത്തിലെ മാറ്റം ആവശ്യപ്പെട്ട് നിരവധി തവണ ബാലകൃഷ്ണൻ RTO ഓഫീസുകൾ കയറിയിറങ്ങി. എന്നാൽ ചില ബസ് മുതലാളിമാരുടെ ഇടപെടൽ കാരണം സമയക്രമം അധികൃതർ മാറ്റി നൽകിയില്ല. തച്ചനാട്ടുകരയിൽ നിന്നും കടമ്പഴിപ്പുറം വരെ മാത്രം ഗ്രാമീണ പാതയിലൂടെ സർവീസ് നടത്തി നോക്കിയെങ്കിലും എണ്ണ പൈസ പോലും കിട്ടാത്ത അവസ്ഥയായി. ഇതോടെ 2013 ബാലകൃഷ്ണന്റെ സ്വപ്നങ്ങൾ കട്ടപ്പുറത്തായി. ഇപ്പോൾ വാടകയ്ക്കെടുത്ത ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുകയാണ് ബാലകൃഷ്ണൻ. 2005 ജൂൺ മാസത്തിലെ ബസ് വാങ്ങിയത്. പെർമിറ്റ് 2005 ജൂലൈ മാസത്തിൽ പാസ്സായി. ടൈമിങ് നടന്നു, ഒക്കെ 1 മിനിറ്റ് ഗ്യാപ്പായിരുന്നു. കുറേ പ്രാവശ്യം ഓടി നോക്കി, നടന്നില്ല. പിന്നെ കോടതിയിൽ പോയി ഓർഡർ കൊണ്ടുവന്നു. ഞാൻ അപേക്ഷ കൊടുക്കുമ്പോൾ വണ്ടി ഈ മോഡലുണ്ടായിരുന്നു, പെർമിറ്റ് ഉണ്ട്, CF ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മോഡൽ കഴിയുടെ കാത്തിരിക്കാൻ തോന്നുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ടൈമിങ് നടത്തി കഴിഞ്ഞാൽ വണ്ടി മാറ്റി ഓടാൻ ഒരുക്കാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും കേൾക്കുന്നില്ല. ഇപ്പോൾ പലവർക്കും പരാതി കൊടുത്തു, മന്ത്രിക്ക്, മുഖ്യമന്ത്രി പലയിടത്തും ഒന്നും മറുപടിയൊന്നും വന്നിട്ടില്ല. ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതായതോടെ രക്ഷ തേടി ബാലകൃഷ്ണൻ വീണ്ടും ബസ് ഉടമകളുടെ സംഘടനയെ സമീപിച്ചു. റൂട്ട് മാറ്റിക്കൊണ്ട് മറ്റൊരു സർവീസ് ആരംഭിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നായിരുന്നു അന്ന് സംഘടന ബാലകൃഷ്ണന് നൽകിയ ഉറപ്പ്. ഈ വാക്ക് വിശ്വസിച്ച ബാലകൃഷ്ണൻ വീണ്ടും കടം വാങ്ങി ഒരു ബസ് വാങ്ങി. പക്ഷേ ആ സർവീസും ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യം കാരണം മുടങ്ങി. ഓടാൻ ഇവർ സമ്മതിക്കില്ല. ഇവർ പറയുന്നത് നിർത്തി പോകുമെന്നാണ് പറഞ്ഞത്. നിർത്തി ഞാൻ എങ്ങോട്ട് പോകണം? 10-55 വയസ്സായി എങ്ങോട്ട് പോകണം? ദ്രോഹിക്കുന്നത് മറ്റേ പാർട്ടിക്കാരാണ്. നമ്മുടെ അറിയുന്നവർക്കാണ്. CPM-മാരാണ്, പാർട്ടിക്കാരാണ്, നമ്മൾ അറിയുന്നവരാണ്. അവർക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അവർ എന്നെ കാണുമ്പോൾ എന്നോട് ഭയങ്കര മഹാതാവും അയ്യുഭാവൊക്കെയാണ്. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് 7 കോടതി വിധികളിലായി 10 തവണ സമയനിർണയ യോഗം നടന്നു. പക്ഷേ അനുകൂല തീരുമാനം ഉണ്ടായില്ല. ബാലകൃഷ്ണന്റെ ബസ്സുകൾ കട്ടപ്പുറത്തായതോടെ സർവീസിനെ ആശ്രയിച്ചിരുന്ന ഗ്രാമീണ മേഖലയിലെ യാത്രക്കാരെയും ഏറെ ബാധിച്ചു. ടൗൺഷിപ്പോ മറ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത തച്ചനാട്ടുകരയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാൻ ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഏക മാർഗ്ഗം എന്ന് പറയുന്നത് മുറിയങ്കണ്ണി വഴിയുള്ള ഈ ബസ് സർവീസായിരുന്നു. പിന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനങ്ങൾക്ക് സഹായമായ അവസ്ഥ കഴിഞ്ഞ 10-17 വർഷമായിട്ട് പെർമിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധികാരികളുടെ നിരുത്തരവാദപരമായ സമീപനം കൊണ്ട് ജനങ്ങൾ അതിൻ്റെ ക്ലേശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 ബാലകൃഷ്ണൻ രണ്ടാമത് വാങ്ങിയ ബസിന്റെ കാലാവധി കഴിഞ്ഞു. 3 വർഷം കൂടി കഴിഞ്ഞാൽ ആദ്യം വാങ്ങിയ ബസ് പൊളിച്ചു വിൽക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിനു മുമ്പ് ഒരിക്കലെങ്കിലും തന്നെ സഹായിക്കാൻ ഗതാഗത വകുപ്പോ അധികൃതരോ തയ്യാറാകണമെന്നാണ് ബാലകൃഷ്ണന്റെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. പ്രിയപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിലേക്ക് നമ്മളിത് പെടുത്തുകയാണ്. തച്ചനാട്ടുകരയിലെ ബാലകൃഷ്ണന്റെ ജീവിതം അങ്ങ് കാണണം. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അങ്ങ് പരിശോധിക്കണം. അതിൽ നിയമപരമായി ചട്ടപ്രകാരം ആ വണ്ടി റോഡിൽ ഓടിക്കാൻ മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ അങ്ങ് കൂടി ഒന്ന് മുൻകൈ എടുക്കണം. വരവേൽപ്പ് പോലൊരു സിനിമയിലെ ഒരു നായകൻ്റെ ഗതിയും ഈ തച്ചനാട്ടുകരയിലെ ഒരു മുതലാളിക്ക് ഉണ്ടാവാൻ പാടില്ല. മുതലാളി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഓട്ടോ ഓടിച്ച് ജീവിക്കുകയാണ് ഇപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുണ്ടായി വരുന്ന ആളുകളെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. അതൊരു മാതൃകാപരമായ ഇടപെടലായിരിക്കണം എന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയോട് നമ്മൾ അപേക്ഷിക്കുന്നു. തച്ചനാട്ടുകരയിലേക്ക് അങ്ങൊന്ന് വരണം, അതല്ലെങ്കിൽ അങ്ങയുടെ ഉദ്യോഗസ്ഥരെ ഒന്ന് അയക്കണം. എന്താണ് ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എന്നത് ചട്ടപ്രകാരം അങ്ങ് ചെയ്തു കൊടുക്കുകയും വേണം. വരവേൽപ്പെന്ന സിനിമ നമുക്കൊരു നാണക്കേടാണ്. അത് ആവർത്തിക്കാനേ പാടില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ട